ഇന്ന് നമുക്കിവിടെ ഡീലിങ്ങിൻ്റെ ഈ ഒരു റൗട്ടർ, അതായത് M30 വൈഫൈ 6ൻ്റെ സ്മാർട്ട് മെഷ് റൗട്ടറാണ് M30. ഈ മോഡൽ കോൺഫിഗറേഷൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു റൗട്ടർ എടുത്തിട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യുക. ഫസ്റ്റ് അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അഡാപ്റ്റർ കണക്ട് ചെയ്യാനോട് പോർട്ടുണ്ട്. അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ മോഡത്തിൽ നിന്ന്, മോഡം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള റൗട്ടറിൽ നിന്ന് ലാൻ പോർട്ടിൽ നിന്ന് ഒരു കണക്ഷൻ, ഒരു ലാൻ കേബിൾ എടുത്തിട്ട് ഇതുപോലെ ലാൻ കേബിൾ എടുത്ത് നമ്മുടെ ഈ ഒരു മോഡത്തിൻ്റെ ഈ ഒരു യെല്ലോ കളറുള്ള ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക. ഈ ഒരു അതാണ് വാൻ പോർട്ട്. ഈ പോർട്ടിൽ കണക്ട് ചെയ്യുക കേട്ടോ. ഈ പോർട്ടിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ ചെയ്യും. ഇതിൻ്റെ പുറകിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. റെഡ് ലൈറ്റ് കുറച്ച് നേരം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഈ ഒരു ആപ്പ് അക്വാലിയ പ്രോ AI, ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആദ്യം ഇതൊരു ഓറഞ്ച് ലൈറ്റ് ആയിട്ടായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആകുമ്പോൾ ഇതിൽ വരും. നമുക്ക് അതിൻ്റെ ഓപ്പൺ കൊടുക്കാം. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരും. ഈ കാണുന്നതാണ് ഡീലിങ്ങിൻ്റെ നമ്മൾ ഈ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ട ആപ്ലിക്കേഷൻ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. തേർഡ് പാർട്ടി ഇൻസ്റ്റലേഷൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ആദ്യം വരുന്നതൊക്കെ നെക്സ്റ്റ് കൊടുക്കുക. ഡൺ. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുത്ത് ഒരു ഇമെയിൽ ID യും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്രിയേറ്റ് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്. ഇമെയിൽ ID യും അതിൻ്റെ ഒരു പാസ്വേഡുമാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പെർമിഷൻ റിക്വസ്റ്റ് ചോദിക്കും. നെക്സ്റ്റ് കൊടുക്കുക. അലോ കൊടുക്കുക. അലോ കൊടുക്കുക. അലോ കൊടുക്കുക. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമ്മളിവിടെ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇൻസ്റ്റാൾഡ് ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക. അപ്പോൾ ഇന്ന് സ്കാൻ ചെയ്യാനായിട്ട് വരും. സ്കാൻ ചെയ്യാൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേക്കും, അതായത് ഈ ഒരു QR കോഡ്, ഈ രണ്ടാമത്തെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ വരും. അതായത് റൗട്ടർ സെറ്റപ്പ് ആസ് റൗട്ടറായിട്ട് വേണോ, അല്ലെങ്കിൽ സെറ്റപ്പ് ആസ് വൈഫൈ എക്സ്റ്റൻഡർ ആയിട്ട് വേണോ. വൈഫൈ എക്സ്റ്റൻഡർ മീൻസ് വയർലെസ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ റൗട്ടറായിട്ട്. ഇപ്പോൾ നമ്മൾ വയേർഡ് വഴിയാണ് കൊടുത്തേക്കുന്ന കണക്ഷൻ. അതുകൊണ്ട് തന്നെ റൗട്ടറായിട്ട് സെറ്റപ്പ് ചെയ്യുക. റൗട്ടർ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കുക. റൗട്ടർ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. അതായത് മോഡത്തിൽ നിന്ന് ഒരു കേബിൾ നേരെ ഈ ഒരു റൗട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ, റൗട്ടറിൽ നിന്ന് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തതിലും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ലൈറ്റ് ഓറഞ്ച് ആയിട്ടുണ്ടെന്ന് ചോദിക്കണം. ഓറഞ്ച് ആയിട്ടുണ്ട്. LEDs ഉണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കണക്ട് ടു ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡിവൈസുമായിട്ട് ഈ ഒരു മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ പെയർ ആവുകയാണ്. അപ്പോൾ നമ്മളോട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്, വൈഫൈ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിവൈസിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അതായത് ഇതിൻ്റെ ഒരു വൈഫൈ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, M30 എന്ന് പറഞ്ഞ വൈഫൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. പാസ്വേഡ് ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. നമ്മൾ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റൗട്ടറായിട്ട്, ഈ ഒരു മെഷ് റൗട്ടറായിട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ആ ഒരു കോൺഫിഗറേഷനിലോട്ട് പോവുക. അപ്പോൾ എന്നിട്ട് ഇവിടെ ഐ ഹാവ് കണക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി വന്നെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്ത പക്ഷം നമ്മളിതുപോലെ വൈഫൈയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഡിവൈസ് സെർച്ച് ചെയ്യുകയാണ്. നേരത്തെ ഓട്ടോമാറ്റിക്കലി പെയർ ആയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആ ഒരു വൈഫൈയുടെ പേരടിച്ച് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഡിറ്റക്റ്റ് ആവും. ഇപ്പോൾ വൈഫൈ ഡിവൈസ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു പേരിടാനാണ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് M30 എന്ന് പറഞ്ഞ ഒരു പേര് തന്നെ ഇടാം. ഇതിൻ്റെ ഒരു പേര് തന്നെ ഇടാം. ഇത് വൈഫൈയുടെ പേരാണ്. ഈ ഒരു ഡിവൈസിന് വൈഫൈയുടെ പേരാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. M30 എന്ന് പേരിട്ടു. ഇനി പാസ്വേഡ് നമുക്ക് ജസ്റ്റ് എന്ത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കാം. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം.
ഇപ്പോൾ 1 തുടങ്ങി 8 വരെയാണ് ഞാൻ പാസ്വേഡ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ടഫായിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഡിവൈസ് നെയിം, ഇവിടെ ഒരു ഡിവൈസിൻ്റെ ഒരു പേര് പാസ്വേഡ് ഇടാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും, എന്തൊക്കെയാണ് കൊടുത്തിരുന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇത് കോൺഫിഗറേഷൻ ആവുകയാണ്. അപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ആയിട്ടുണ്ടാവും. ഈ ഒരു റെഡ് ലൈറ്റ് പിന്നീട് മാറും. ഇപ്പോൾ കോൺഫിഗറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു റെഡ് ലൈറ്റ് മാറി ഒരു വൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ് ആയിട്ട് ഉണ്ട് മീൻസ് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു അറ്റം വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യരുത്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്. അതാണ് ആ വൈറ്റ് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു പേരിലും പാസ്വേഡിലും നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാം. വൈഫൈ എൻ്റർ ചെയ്ത പേരും പാസ്വേഡ് ഉപയോഗിച്ച് വൈഫൈയുടെ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണക്ട് യുവർ ഡിവൈസ് പറയുന്നുണ്ട്. ഐ ഹാവ് കണക്റ്റഡ് എന്ന് കൊടുക്കാം. ഓൾറെഡി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, നമുക്കിവിടെ വൈഫൈ സെറ്റിങ്സ് എടുക്കാം. വൈഫൈയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തത് M30 എന്ന് പറഞ്ഞാണ് വൈഫൈ പേര് കൊടുത്തത്. അപ്പോൾ ഇവിടെ വൈഫൈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. M30 ഇവിടെ വന്നു, കണ്ടില്ലേ. എന്നിട്ട് പാസ്വേഡ് നമുക്ക് ജസ്റ്റ് 1 തുടങ്ങി 8 വരെയാണ് നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണക്ട് ആകുമ്പോൾ ഇത് കണക്റ്റഡ് എന്ന് പറഞ്ഞു വരും. ഒബ്റ്റൈനിങ് IP അഡ്രസ്സ്, അത് കഴിഞ്ഞ് കണക്റ്റഡ് എന്ന് പറഞ്ഞു വന്നു. ദാറ്റ് മീൻസ് ഈ ഒരു റൗട്ടറിൻ്റെ ആ ഒരു വയേർഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കോൺഫിഗറേഷൻസിന് വേണ്ടി, അതായത് ഏതൊരു റൗട്ടറിൻ്റെയും മെഷീൻ്റെയും കോൺഫിഗറേഷൻസ് ആണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ വയർലെസ് കോൺഫിഗറേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.